5.1 ആണ്. അത് വീട്ടിലുണ്ട്. അതേ നമുക്ക് കാണിച്ചു തരാം, നമ്മുടെ ആംപ്ലിഫയറെ കാണിച്ചു തരാം. ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. നമുക്ക് മറ്റേ ഹാർട്ടിനൊക്കെ അസുഖം വന്നപ്പോൾ ഇതൊക്കെ കൂടി മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു പുള്ളിക്കാരി. കുറെ സ്പീക്കറൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പുള്ളിക്കാരി അതൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഇതിന്റെ അറ്റം കട്ട് ചെയ്യണോ സാറേ? കട്ട് ചെയ്താ കൊടുക്കുന്നത്. ക്ലിപ്പിന്റെ ആവശ്യമില്ല അല്ലേ? ഇല്ല. അതേപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയൊക്കെ എത്തി വേറൊരു സ്പീക്കറും കൂടി ഉണ്ടല്ലോ, ഒരു ചതുര സ്പീക്കറും കൂടി ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് വന്നാൽ ഒരു ചതുര സ്പീക്കറും കൂടി ഉണ്ട്. കാരണം ഒരു സൈഡിൽ ഇരിക്കണ്ടോന്ന് നോക്കി പുള്ളി പറഞ്ഞെങ്കിൽ സോണിയുടെ അല്ല, സോണി എന്താ എഴുതിക്കണ ഒരു ചതുരനുണ്ടാവും. എനിക്ക് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഇത് വെച്ചിട്ടുള്ളേ എന്താണ് ടിവിക്ക് സ്ട്രിപ്പർ തന്നെ അതെവിടെ ഇരിക്കുന്നത്, അവിടെ നോക്കി വന്ന് അവിടെ ഉണ്ടോന്ന് നോക്കി. അത് എടുക്കാൻ മറന്നു, കുഴപ്പമില്ല. അത് സാറേ അത് അവിടെ ചെന്ന് കൊടുത്താൽ മതി. ഓക്കെ അപ്പോൾ കുഴപ്പമില്ല, അവിടെ ഉണ്ടോന്ന് അറിയാനാണ്. നീ എല്ലാം മറ്റേ തമിഴ് മാർഗം കൊടുത്തോന്ന് അറിയാനായിട്ടാണ്. അത് ഞാൻ കണ്ടില്ലേ, ഞാൻ കുടിക്കാൻ കയറിയപ്പോൾ ഇനി തമിഴ് മാർഗം എങ്ങനെ കൊടുത്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി. അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ശരിയാണ്, ഞങ്ങളിവിടെ 1 മണിക്കൂറിനാകുമ്പോൾ പുറപ്പെടും. വേണമെങ്കിൽ നേരത്തെ പുറപ്പെടാം. അവിടെ ഉണ്ട് ആ സാധനം, ഞാൻ എടുത്തു വെക്കാൻ മറന്നു. അതെ അത് ഏതിലാ കൊടുക്കണ്ടേന്ന് എന്നോട് അത് കാണിച്ചു തരാം. അത് നേരെ വയറ് കട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങനെ കൊടുത്താൽ മതി. അതിലെ മറ്റേ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. ഈ കറുത്ത വരയുള്ളത് നെഗറ്റീവ്, വരയില്ലാത്തത് പോസിറ്റീവ്. അത് ഞാൻ ഇട്ട് തരാം. മോനെ സ്ലീവ് എടുത്തോണ്ട് പറഞ്ഞേ. ഈ 2 സ്പീക്കർ 2 അറ്റത്താണ് ഇരിക്കുന്നത്. 2 അറ്റത്താ 4 വയർ വരുമല്ലോ, ഇതുപോലത്തെ 4 വയർ വരും. ഓക്കെ, സൂപ്പറല്ലേ? അത് ഡെഡ് പവർ സപ്ലൈ കംപ്ലൈൻറ്റ് പല്ലി കയറിയതാണ്. ഇതിലേതാണ് പോസിറ്റീവ്? എങ്ങനെ തിരിച്ചറിയുന്നത്? എവിടെയാണ് പോസിറ്റീവ് എഴുതിയിരിക്കുന്നത്? ഈ കീറി കഴിയുമ്പോൾ വര വെച്ചാണ്. ഇല്ലല്ലോ, ഇത് രണ്ടും ബ്ലാക്ക് ആണല്ലോടാ. സൂക്ഷിച്ച് നോക്കിയാൽ ഒരു വര കാണുമോ? ഇല്ലല്ലേ, രണ്ടും ബ്ലാക്ക്. അത് അവിടെ നിന്ന് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് ഏതാണെന്ന് കണ്ടുപിടിച്ചു. നീ ഒരു സ്ലീവ് എടുത്തോണ്ടോ ആദ്യം. ചുവന്ന സ്ലീവും ബ്ലാക്ക് സ്ലീവും എടുത്തോണ്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ സ്ലീവ് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ ആ ചൂടടിക്കുന്ന സാധനം എടുത്തോണ്ട് പോരെ, അത് എഴുതിയിട്ട് പോയാൽ മതി. അത് ഇവർ ഓക്കെ. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോകുന്നത് ആദ്യം പോസിറ്റീവ് കട്ട് ചെയ്യുക, എന്നിട്ട് അതിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു സ്ലീവോ അങ്ങനെ എന്തെങ്കിലും ഇടുക, അല്ലെങ്കിൽ ഒരു വയറ് കെട്ടിയിടുക. ഒന്നും പോയാല, എഫക്റ്റ് കുറയുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞല്ലോ. ഇനി അതിനൊരു 2 വയറും കൂടെ സെറ്റ് ചെയ്തതാണ്. ചുമ്മാ തക്കാല ഉപയോഗത്തിന്. അല്ല, മേളിൽ കയറി കട്ട് ചെയ്യണ്ട. താഴെ വരുന്ന ഈ ആംപ്ലിഫയറിന്റെ അടുത്ത് വരുന്നിടം കട്ട് ചെയ്താൽ മതി. മേളത്തെ അവിടെ തന്നെ അങ്ങനെ തന്നെ കൊടുക്കണം. അങ്ങനെ തന്നെ പോസിറ്റീവിന് അവരവിടെ ഇതുപോലെ ഒരു സ്ലീവ് ഇട്ടിട്ടുണ്ട്. സോണി ഇതുപോലെ ഒരു സ്ലീവ് ആ വയറിന്റെ അറ്റത്തിട്ടിട്ടുണ്ട്. അതാണ്ട് ഇവിടെ നോക്ക്, ഇത് കണ്ടോ, ഇതായിട്ടിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ ഇട്ടിരിക്കുന്നത്? ഇത് കണ്ടോ ഒരു സ്ലീവ് ഇട്ടിരിക്കുന്നത്? അതുപോലെ ഏതെങ്കിലും കളറിൽ ഒരു സ്ലീവ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് കൊടുക്കണം. നമുക്കിപ്പോൾ തക്കാലം ഉപയോഗിക്കാൻ, ഇത് ചെക്ക് ചെയ്യാൻ മാത്രം, ഇവരുടെ ആവശ്യത്തിനല്ല. ആംബി ചെക്ക് ചെയ്യാൻ. എന്നാ ചെറുതോ? 4 ohms ആയിരിക്കും ഇരിക്കുന്നത്. നോക്കട്ടെ, 8 ohms കുറവാണ്. ഏതിന് വെക്കാനാ? എത്ര ഇഞ്ചാ വേണ്ട? 4 ഇഞ്ചോ?
എത്ര ഇഞ്ച് സ്പീക്കറാണ് വേണ്ടെന്ന് ചോദിച്ചേ? റേറ്റ് എത്ര വരുന്നതെന്ന് പറയാൻ നോക്കാം. 4 ഇഞ്ചാണെങ്കിൽ 1650 രൂപ രണ്ടെണ്ണത്തിന്. അതെത്ര? ഇതില് മറ്റേ കരോക്കെ മയക്കും കൂടി കൊടുക്കാൻ പറ്റിയ ടൈപ്പാണെങ്കിൽ എത്ര വരും? 2 മൈക്ക് കൊടുക്കാൻ പറ്റുമോ? ആ 7000 രൂപ. ഫ്രീതെ? ആ 7000 രൂപ. മറ്റേ ഇതാണ് 4000 രൂപ വരും. വിനോദ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേടായി പോയ സാധനം അല്ലേ എന്ന് ഓർത്ത് കളയുന്ന എന്തേരം കളഞ്ഞിട്ടുണ്ടെന്നറിയാം ആൾക്കാരെല്ലാവരും. ഈ സാധനം ഞാൻ നാടകത്തിന്റെ മ്യൂസിക് ചെയ്യണതാണ് നേരത്തെ ചെയ്തിരുന്നത്. അപ്പം ഈ പെട്ടെന്ന് റീഡ് ചെയ്യും. ഈ നല്ല സോണിയുടെ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് CD റീഡ് ചെയ്യും. 99 മ്യൂസിക് വരെ റീഡ് ചെയ്യുള്ളൂ ആയിരുന്നുള്ളൂ ഈ പണ്ട്. ഇപ്പൊ 102 ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ 99ന്റെ 2 ഫയലാക്കി വെക്കും. ഇന്റർവ്യൂ വരെയും വേറെ 58 ഫയല്, അത് കഴിഞ്ഞാൽ 58 ഫയല് അങ്ങനെ ആക്കി വെക്കും. പക്ഷേ ബൈപ്പാസ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കംപ്ലീറ്റ് അതിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ആപ്പിൽ വിളിക്കും. എത്ര ഇഞ്ചാ വേണ്ടെന്ന് പറയാം, ഇഞ്ച് പറഞ്ഞാൽ മതി. അതായത് ഇപ്പൊ എന്റെ ഇരിക്കുന്നത് ഒരു 12 ഇഞ്ച് സബും ഒരു ആമ്പുമാണ് ഇരിക്കുന്നത്. മറ്റേ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 4 ഇഞ്ചിന്റെ ചെറിയൊരു 2 സാറ്റലൈറ്റ് സ്പീക്കർ. അപ്പൊ അത് ഇത്രയും കൂടി വലുത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ചാനൽസ് കൂടുതൽ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞേ ചെയ്ത പാർട്ടി. ഓഡിയോ കൂടുതൽ കിട്ടുമെന്ന്. അതെ അതെ. അങ്ങനെ ഉണ്ട്. 6-9 സ്പീക്കർ കൊടുക്കാം. 6-9. സോണിയുടെ ഇത് കൂട്ട് സ്പീക്കറെ കൊടുത്താൽ അത് ആ സ്പീക്കറിന്റെ ഗുണം കൂടെ വരുമ്പോൾ എന്നെ സുഖമെന്നറിയാം കേൾക്കാൻ. കാരണം അല്ലെ ഇത് വെറുതെ വേസ്റ്റ് ഇട്ടിരിക്കുമല്ലായിരുന്നോ? വേസ്റ്റ് വേസ്റ്റ് ഇട്ടിരിക്കുക. അപ്പൊ ഞാനിത് പാട്ടുകാരോട് പറഞ്ഞ് ഇത് ആൾക്കാർ വന്ന് കൊണ്ടുവന്ന് കാണുമ്പോൾ നമ്മുടെ കുറെ കൂട്ടുകാർ നമ്മുടെ പയ്യന്മാരെ പിള്ളേരെ ഈ ക്വാളിറ്റി സ്പീക്കറാണ്. നമ്മൾ അന്ന് 30,000 രൂപ കൊടുത്താൽ ഇന്ന് 3 ലക്ഷം രൂപ കൊടുത്താൽ ഈ ക്വാളിറ്റി ഉണ്ടാകില്ല. 38,000 രൂപ എന്ന് പറയാം. കാരണം അന്നത്തെ വിലയല്ല. അന്ന് ഡോളറിന് 30,000 രൂപ ആണെങ്കിൽ ഇന്ന് ഡോളറിന് 100 രൂപ. പറഞ്ഞ വ്യത്യാസം മനസ്സിലായി. അപ്പൊ അത്രയും വ്യത്യാസം വന്നാൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഇരിക്കുന്ന ഈ സാധനം നമ്മൾ കളയാം. അത്ര വർഷമായിട്ടാണ് എന്നാ പറ്റി ഇതോ? ഇത് ഡ്യൂപ്ലിക്കേറ്റാ, ചെയ്യണോ ഇതൊക്കെ? ഇത് ബോട്ടിൻ്റെ കുഴപ്പമില്ല. ബാറ്ററി പോലുള്ള ബാറ്ററി മാറി തരാം.
ഇത് JBL ഒറിജിനലൊന്നും അല്ല ഇത്. JBL എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇത് JBLൻ്റെ ഒന്നുമല്ല. സാറേ ഇതിന്റെ റിമോട്ട് ഇതാണോ സാറേ? ഇത് വെച്ചോണ്ട് ഞാൻ ബാറ്ററിയൊക്കെ കാണിച്ചേ സാറ് കാണിച്ചേ, ഞാൻ പറയാം. പണ്ടേ ഒരു വെച്ചാണ്. ഇത് തിരിച്ച് തന്നേക്കാം. ഇത് ഞാൻ ബാറ്ററി മാറി തരാം. ഇത് ആകപ്പാടെ 800 രൂപയുടെ മുതലാണ്. ഇത് ഇതിൻ്റെ കൂടെ ഉള്ളത് AB സിസ്റ്റം, ഇതിൻ്റെ റിമോട്ടായത്. അപ്പൊ അതുകൂടി ഒന്ന് ആ, അതെല്ലാം ഒട്ടിച്ചേക്കാം. എടാ ഈ റിമോട്ടായാലും ഇത് ഒട്ടിച്ചിട്ട് അതെല്ലാം ഒട്ടിച്ചേ. എന്നിട്ട് അത് മൂന്നും ആ സെൻട്രൽ സ്പീക്കറും ആ സെറ്റും ഇവിടെ കീപ്പ് ചെയ്തേരെ. ഇത് സെൻട്രൽ സ്പീക്കർ ഇരുന്നുണ്ടാവും, ചെക്ക് ചെയ്യണേ. അതിപ്പോൾ തരും. എന്തോ ഇതിന്റെയാണോ സൈസ് RC കൊടുക്കാനുള്ള കൂടിയുള്ള ഇതല്ലേ ഇതിൻ്റെ പുറകിൽ ഇതല്ലേ ഇവിടെ ഉണ്ട്. ഇതിന്റെ പുറകില്? ഇവിടെ ഈ സൈഡിലുണ്ട്, കണ്ടോ? കാണിച്ചു തരാം. ചെക്ക് ചെയ്തല്ലേ ഞൂരി എടുത്തമ്മാനെ. ആ, ഇതാണ് JBLന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് ആൾക്കാർ പറയും. കട്ട് ചെയ്തിട്ടൊരു യൂട്യൂബ്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ബസ്സേ കയറിയാൽ മതി. കാഞ്ഞിരപ്പള്ളി. സോണി ഇലക്ട്രോണിക്സ്. എന്തായാലും അവൻ വന്നു കഴിഞ്ഞ് പറഞ്ഞ പോലെ നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല. അവന് വൈഫും കൂടെ അല്ല തന്നെ. എന്തായാലും ഒരു 10 ദിവസം കൂടി ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമുക്ക് ഇറങ്ങും. ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ നിന്ന് പോവോ? അങ്ങനെ മങ്ങി മങ്ങി വന്നിട്ടൊക്കെ നിന്ന്. ശരി ശരി. എന്തോരം നേരം കഴിയുന്നതാ? പാനൽ പോയതാ. കണ്ടോ, കളർ ചേഞ്ച് വന്നിട്ട് പാനൽ ലൈനായിട്ട് പിന്നെ പടമില്ലെന്നായി സൗണ്ട് വന്നുകൊണ്ടിരിക്കും. എത്ര ഇഞ്ചാന്ന് നോക്കി. ആ, ഞാൻ പറയാം. ഞാനേ ഇവിടെ ഒരു സാധനം ഒന്ന് എടുത്ത് വെച്ചോളൂ. ഞാൻ ചേട്ടൻ തിരിച്ചു വിളിക്കാം. വണ്ടി എടുക്കുമ്പോൾ തിരിച്ചു വിളിക്കാം. ഫാനിട്ട് വിടാം. കഥ ഇത് വെച്ച് അടുത്ത TV കൂടെ കാണാം. അതെ. അപ്പോൾ കുത്തുമ്പോൾ പടക്കം വല്ലതും പൊട്ടുന്നുണ്ടോ? ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, അത് സബ് ഊഫർ. ആ, അത്രേ ഉള്ളൂ. ഒരു ഇഞ്ചെടുത്തോ. ഇത് നമുക്ക് ഒരു ചാനൽ. ആ, അങ്ങനെ ചെയ്തിരിക്കും. എത്ര രൂപ മേടിച്ചു? 2025 ആ, 25 വർഷമായിട്ട് അടച്ചുകൊണ്ടിരുന്ന. എന്നാലും ആ അടച്ച പൈസ പോലും തിരിച്ചു കിട്ടിയില്ല. അത് ഏതിൻ്റെ ആയിരുന്നു? നാഷണലിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ആ, ഓട്ടോറിക്ഷ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേണേൽ കൊറിയർ വേണേലും തരാം. ആ, ചെയ്യാം. ഒരു കുഴപ്പമില്ല. വരേണ്ട കാര്യമില്ല സാറേ, അയച്ചു തരാം. JBL വേണം. JBL 4 വേ ഉണ്ട്. JBLൻ്റെ മറ്റേ പൈനിയറിൻ്റെ 4 വേ ഉണ്ട്. 4 കൊടുക്കാം. 4 സ്പീക്കർ കൊടുക്കാം. ഒരു സബ് ഊഫറും കൊടുക്കാം. ആ, കൊടുക്കാം. ആ, 1500 സബ്ബാണോ നിങ്ങളുടെ ഇരിക്കുന്നത്? അത് കൊടുക്കാം. അത്രയും വേണമെന്നില്ലെന്നേ. നിങ്ങളുടെ ഇഷ്ടം പോലെ. 6500 മേടിച്ചാൽ അതിന് വാട്ട്സ് കൂടുതലുണ്ട്. ഇതിന് വാട്ട്സ് കുറവാണ്. നല്ല വ്യത്യാസം.
ഇത് 100, മറ്റേ എത്രയാണ്? മറ്റേ 350 അല്ലേ വരുന്നത്? അത് 350 ഉണ്ട്. അത് JBLന്റെ എത്രയാണ്? 350 ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒറിജിനൽ IC വെച്ചുള്ള സാധനം വേണം കിട്ടാൻ. ഒത്തിരി മാക്രി സാധനങ്ങളുണ്ട്. ഞാനിത് സെലക്ട് ചെയ്ത് ഒറിജിനൽ IC ഉള്ള ഇപ്പോൾ 3 മോഡലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനിത് അയച്ചു നോക്കും, ഇത് IC ഏതാണെന്ന്. IC കറക്റ്റായിട്ടുള്ള IC ആണെങ്കിലേ ഇത് സാധനം ഈ പെർഫോം ചെയ്യുള്ളൂ, കംപ്ലൈൻറ്റ് വരാതിരിക്കുകയുള്ളൂ, എല്ലാം ചെയ്യത്തുള്ളൂ. മറ്റേത് ഈ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കോഫിയുടെ കാലമല്ലേ ഇത്, അറിയാമല്ലോ. മറ്റേ എത്രയാ? അത് 6500, ഇത് 4 രൂപ. ഇതിൻ്റെ ആവശ്യമുള്ളത് ഇത് ഇപ്പം കേട്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ പവർ. ഇത് പഴയ 2 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. കുട്ടിമുട്ടാതെ വേണമെങ്കിൽ ഒരു സൈഡ് ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞ് കയറ്റി ഇറക്കിയാൽ കൊടുക്കും. 12 വോൾട്ട് ഒരു നല്ല ആംബിയർ കൊടുക്കാതെ കുട്ടിമുട്ടായിരുന്നാണ്. ഇത് 12 വോൾട്ട് ഔട്ട്പുട്ടും കൂടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ആംപ്ലിഫയറിൽ. ഇതിന് 12 വോൾട്ടും കൂടെ ഉള്ള പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്യുവൽ സപ്ലൈ ആണ്. അതിന് 12 വോൾട്ട്. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും 12 വോൾട്ട് ഇട്ട് തരണമെന്ന് പറയല്ലേ, മടിയാവുക. ഓക്കെ, അതേ കൊടുക്കാം. അത് 100 രൂപ എക്സ്ട്രാ വരുള്ളൂ. സാധനം ഓൾറെഡി അതിനകത്തുണ്ടാവും. വയർ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇട്ടാൽ മതി. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ ഇത് നമ്മുടെ ഔട്ട്പുട്ട് പവർ സപ്ലൈ. ഇവിടെ 12 വോൾട്ട് ഔട്ടും കൂടെ ഉണ്ട്. ഈ ഔട്ടും കൂടെ എടുത്ത് നമ്മൾ പുറത്തിട്ടാൽ നമുക്ക് ലൈറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. വേറെ എന്തെങ്കിലും കൊടുക്കണം. ഇത് 24 വോൾട്ട് ഔട്ടാവും. അത്രയും ബോക്സ് വേണം, എന്നാലേ ഇത് ഇതിനകത്ത് ഇരിക്കുകയുള്ളൂ. ഇത് ഇരിക്കണ്ടേ. അടിച്ചൊന്നും പോലെ ഓഫായി പോവുള്ളൂ. അതായത് നിന്ന് ഓഡിയോ വരും, കട്ടായി ഓഡിയോ വരും. അപ്പോൾ മനസ്സിലായി, വാട്സ് കൂടിയാലും ഷോർട്ടിങ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ആംപ്ലിഫയർ കട്ടായി കേൾപ്പിക്കും. ഓഡിയോ ഒന്നുകൂടും കട്ടാവും. അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പീക്കർ ഈസ് നോട്ട് ഗുഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാറേണ്ടി വരും. പവർ കൂടിയ സ്പീക്കർ കൊടുക്കേണ്ടി വരും. മിനിമം 30 വാട്ട്സെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്കാവും. 30 ഉണ്ടെങ്കിൽ വർക്കാവും. 30 തൊട്ട് 220 വരെ ഉള്ള ഏത് സ്പീക്കറും അത് തന്നെ സെറ്റാവും. ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പം 4 സ്പീക്കർ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ 8 ഓംസ് ആണെങ്കിൽ 8 ഓംസിൻ്റെ 2 സ്പീക്കർ ആണെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ വരുന്ന 2 ഔട്ട്, ഇതിനെ നമ്മൾ പാരൽ ചെയ്താൽ മതി. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. എന്നിട്ട് ഇതെടുത്ത് നേരെ എടുത്താൽ മതി. പാരൽ ചെയ്താൽ മതി. ഇങ്ങനെ പാരൽ ചെയ്താൽ മതി. സ്പീക്കർ ഉണ്ടോ കയ്യിൽ? ഇല്ല, ചെയ്യാനൊന്നുമില്ല. നിങ്ങളത് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ 4 ഓംസ് ആണെങ്കിൽ ഇഷ്ടംപോലെ 4 ഓംസ് ആണെങ്കിൽ ഒരു ലൈൻ വന്നിട്ട് ഒരു പോസിറ്റീവ് വന്നിട്ട് ഒരു നെഗറ്റീവ് എടുത്തിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വരും. നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ. ഇത് പോസിറ്റീവ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പയനിയറിന്റെ ഡ്യുവൽ കോയിൽ ഫ്രിഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ. അത്രേ ഉള്ളൂ. ഐഡിയ മനസ്സിലായില്ലേ? അത് രണ്ടോടെ പാരൽ ചെയ്താൽ 2 ഓംസ് ആയി പോകും. സീരീസ് ചെയ്താൽ 8 ഓംസ് ആവും. ഒരെണ്ണം തന്നെ കൊടുത്താൽ 4 ഓംസ് ആവും. അത്രേ ഉള്ളൂ. ഇനിയാ അഥവാ നിങ്ങൾ തെറ്റിയാലും ഇത് ഒന്നും സംഭവിക്കാല്ല. പ്രൊട്ടക്ഷനുള്ള. അപ്പോൾ ഓക്കെ അല്ലേ? ഈ ചേട്ടനെ സാറിൻ്റെ സബ്ബൂഫറെ ബാസ് കിട്ടുന്നില്ലെന്നോ, അതോ സബിതെ, അതോ കുഞ്ഞ് സ്പീക്കറാണോ കേൾക്കാത്തത്? നോക്കാം. പെട്ടെന്ന് കുത്തിക്കോ, എന്തായാലും കുത്തിക്കോ, പാടിയാൽ മതി. പിന്നെ ഇതിന് ഒരു മൊബൈൽ ആപ്പുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ കൺട്രോളും മൊബൈലിൽ ചെയ്യാം. പറഞ്ഞുതരാം, ഒന്ന് പറഞ്ഞു കൊടുത്തേ. BT ആപ്പ്. വെറും BT ആപ്പ് എന്ന് മാത്രമുള്ള, മറ്റേത് വേണ്ട.
മറ്റേ നമ്മൾ ആപ്ലിക്കേഷൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് താഴെ പേര് കൊടുക്കും. പേര് കൊടുക്കും. പേരാ. ഇനി ഒരു നല്ല ഇഷ്ടമുള്ള ഒരു പാട്ടിട്ട് ചെയ്തപ്പോ കണ്ടോ ബ്ലൂ ബ്ലൂ ലൈറ്റ് മിന്നിച്ച് നിന്നു. ഇനി പാടാൻ തുടങ്ങുമ്പോൾ മിന്നാൻ തുടങ്ങും. ഇഷ്ടമുള്ള പാട്ട് കേട്ടോ ആദ്യമായിട്ട് പുതിയ സാധനം. ഇത് കുറെ ഈ ബസ്സിലൊക്കെ ആയിരിക്കുമല്ലോ മറ്റേ ഞങ്ങൾ പറഞ്ഞ 6500 രൂപ വെക്കുന്നത്. ബസ്സിൽ വേണ്ട, ബസ്സിൽ ഇത് ധാരാളം മതി. ആണല്ലേ? ആ ബസ്സിൽ അത് വെക്കാം കുഴപ്പമില്ല. കിട്ടൂല. അതെ. ഹലോ. ആ അതെ അതെ. ഡൗൺലോഡായോ? ആ സ്റ്റാർട്ട് കൊടുക്കും. ഏതാ? ആ ബ്ലൂ ഷർട്ട് ഒന്ന് എഴുന്നേക്കും. ഇതൊരു ജോബ് ഇന്റർവ്യൂ ആണെന്ന് വിചാരിക്കും. ടെൽ മീ അബൌട്ട് യുവർ ബസ്സേ വെക്കാനേ ആംബിൾഫെയർ മാത്രം മതിയോ? 2000 രൂപയുടെ ആംബിൾഫെയർ വെച്ചാൽ മതി. 2000 രൂപ അത്യാവശ്യം പറഞ്ഞ ഇപ്പം തന്നെ ചെയ്തു തരാം. അപ്പം തന്നെ എല്ലാം ഉണ്ട് ഇവിടെ ചെയ്തു തരാം. ഓക്കെ ശരി. അല്ല ഇവിടെ ചെയ്ത് വെച്ചോണ്ടിരിക്കുക. നമ്മൾ അത്യാവശ്യം പാട്ട് കേൾക്കാനുള്ള സാധനം കൊടുത്തിട്ടുള്ള പുള്ളിക്ക്. ഇങ്ങനത്തെ 2 സ്പീക്കറിന് എത്രയാവും ഈ സോണി? അത് മേടിക്കാൻ കിട്ടിയല്ലേ മോനെ. അത് ഒറിജിനൽ. അതൊന്ന് പണ്ടത്തെ സെറ്റിലൂടെ വീട്ടിൽ ഇരുന്നതിനെ എടുത്തോണ്ട് വന്നതാ. നീ എന്നെ ഒന്ന് കാണിച്ചാലോ? അതോ നീ എൻ്റെ എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത്. ആ ഇതാ അല്ലേ, ഇപ്പം ഡൗൺലോഡായി. ഇനി എന്നാ ഉണ്ട്? ഓപ്പൺ. ഓപ്പൺ ഇതുമായിട്ട് ഉവ്വ. മുഴുവൻ കഴിക്കണ്ട, ലൂസ് ചെയ്താൽ മതി. പിരിച്ച് മുറുക്കി വെക്കണേ. ഓക്കെ ശരി. ടി വി ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ച ചേട്ടനല്ലേ? ഇല്ലേ, ആരാണ്ടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ. ഇപ്പോഴേ ഞാനിന്ന് ഭക്ഷണം പോലും കഴിച്ച്, രാവിലെ കാപ്പി പോലും കുടിച്ചില്ല. 8:30 വന്നുകൊണ്ടിരിക്കുക. ആ ചേട്ടനാണ് വന്നിട്ട് രാവിലെ വന്ന അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അതെ അതെ അത് പൊതിഞ്ഞു കൊടുത്താൽ മതി. അവരെ വിട്ടാരെ. പാട്ട് വെച്ചിട്ട് അത് പൊതിഞ്ഞു. ഇതല്ലെന്ന് ഞാൻ പാട്ട് വെച്ചു. വേണ്ടെന്ന് ഞാൻ പുള്ളിയെ വിട്ടായിരുന്നേ. പുള്ളിക്ക് ധൃതിയില്ലെന്ന ഇതിന്റെ അങ്ങോട്ട് പാട്ട് കേട്ടിട്ട് പോകാൻ. ഞാൻ വിളിച്ചേക്കാം അങ്ങോട്ട്. അവിടെ ഇരിക്കുന്ന പിക്ചർ ടി 2-3 ഉള്ളൂ. ആ 3 ഞാൻ ശരിയാക്കിയിട്ടേ വിടുകയുള്ളൂ. ഓക്കെ. വേറെ ഒരുത്തിനെ കൊണ്ടും ജയിക്കാനും പോലും പറ്റിയല്ല. ആ അവസ്ഥ അറിയാമല്ലോ, ആരും ചെയ്യല. അല്ലെ ഒരുത്തിനെ വിളിച്ചേടാൻ പോനെ 2 TV ശരിയാക്കി വെച്ചേക്കാൻ പറഞ്ഞാൽ അങ്ങനെ പണിയുന്ന ആൾക്കാരെല്ലാം പോയി. അവിടെ ആരുമില്ല. മിടുക്കനായിരുന്നു. എല്ലാ പിക്ചർ TV നല്ലപോലെ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ വന്ന് ചെയ്തു തരുമായിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് വരാൻ നേരമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇനി ഞാൻ തന്നെ കയറി ചെയ്യണം. അല്ല വേറൊരു മാർഗ്ഗമില്ല. തരാം ചേട്ടാ കേട്ടോ. കറണ്ട് കുത്താതെ എല്ലാ വയറും കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലാണെന്ന് നല്ല രീതിയിൽ കണക്ഷൻ ആയെന്നുള്ളത് ബോധ്യം വന്നതിന് ശേഷം കറണ്ട് കുത്തുക. ഇനിയിപ്പോൾ അത് അവിടെ ഒരു തുറന്നിരിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടായാലും മണ്ടയിൽ ഒരു ഇൻസുലേഷൻ്റെ പൊട്ടിച്ചു വിട്ടായിരുന്നു. അല്ല അവിടെ അവരത് തുറന്നു വെച്ചതിന് ഒരു അടപ്പുണ്ട നല്ലതായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. അവിടെയല്ല, അത് കുഴപ്പമില്ല, അത് എയർ കയറുന്നില്ല. ഇവിടെ സപ്ലൈ വരുന്നിടത്ത് അവിടെ ഒരു എന്തെങ്കിലും ഒട്ടിച്ചങ്ങ് വെച്ചാൽ ഒരു ഡബിൾ ഷെയർ സ്റ്റിക്കർ ഒരെണ്ണം ഒട്ടിച്ച് വിട്ടാലും മതി. നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ എടുക്കണ്ടല്ലോ. പിന്നെ അതിൻ്റെ മണ്ടയിലൊന്നും പോയി വീണ് ഷോർട്ടായിരിക്കാൻ ഞാൻ വേറൊരു കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയല. കവർ ചെയ്യുന്ന 1-2 പേരോട് അത് ഉണ്ടെന്നേ. അങ്ങനെ ചെയ്യാൻ പറ്റും. RGB ലൈറ്റ് 4000 രൂപയ്ക്ക് തരുന്ന സാധനത്തിന് 2000 രൂപ പെട്ടി ഉണ്ടാക്കുമ്പോൾ ആകുമെങ്കിൽ ആരെങ്കിലും മേടിക്കുമോ? അത്രേ ഉള്ളൂ പ്രശ്നം. ഞാൻ മറ്റേ അക്കിലക്കിൻ്റെ ഒരെണ്ണം ചോദിച്ചു, 3000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. സാധനത്തിനാകെ 4000 രൂപ നമ്മൾ വിൽക്കുന്നത്. മറ്റേതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് വിൽക്കുന്നത് 20,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്കൊക്കെ ആകും. സാറ് ബ്ലൂടൂത്ത് അല്ലേ ഉപയോഗിക്കുന്നത്? അപ്പോൾ സാറിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് പെയർ ചെയ്ത് പ്ലേ ഇട്ടെ, പാട്ടിട്ടെ. ഈ 2 സ്പീക്കർ ഒഴിച്ച് ബാക്കി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും സോണിയുടെ പിന്നൊന്നും പോകത്തില്ലടാ പോയി. ആമ്പിന് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, ഒരു സ്പീക്കർ പോയാലും വരും. അല്ല അത് ഇതേ പെയർ ചെയ്തേ.
പേരായിട്ടില്ല. മതിയായിരിക്കുമല്ലേ? അതോ ഇതിന്റെ ഇത് മതി മോനെ, ഇത് പോരെ. ഉള്ള ചെവിയൊക്കെ ചെറുപ്പത്തിലേ കളയണം. ഇനി എത്ര വർഷം ഇനി കേൾക്കാനുള്ളൂ. എടുക്കണേ. രാവിലെ കുഞ്ഞോൻ പറഞ്ഞ, ഞാൻ മറന്നുപോയതാ. ക്യാമറ മാറ്റിയാൽ ആ ഇനി സ്കാനർ എന്നാ. എനിക്ക് ഷെയർ ചെയ്യാറുള്ളൂ, അല്ല അവന് കിട്ടത്തില്ലായിരിക്കും. എൻ്റെ നമ്പർ, ഫോൺ നമ്പർ ഇട്ടാൽ മതി. ഫോൺ നമ്പർ പറഞ്ഞോളൂ. 9447 ആങ്ങളുടെ ആ എൻ്റെ ഫോൺ നമ്പറിലോട്ട് ഇട്ടാൽ മതി. 4472 088 09. എന്തോ ടി വി ആണോ? എന്നാ കംപ്ലൈൻറ്റാ? കൊണ്ടുവരണ്ട, കാരണം ഇപ്പോൾ കൊണ്ടുവന്നാലും ചെയ്യാൻ സമയമില്ല. അതുകൊണ്ടാണ് ഒരാളെ എങ്ങനെ ഇറക്കി വിടും, അതാണ് പ്രശ്നം. ഞാൻ കൊണ്ടുവരുമ്പോഴേ നമ്മളെങ്ങനെ കളയുന്നത്? നേരത്തെയൊക്കെ നമുക്ക് 10-18 ജോലിക്കാരുണ്ടായിരുന്നു. നമുക്കൊരാവശ്യമൊക്കെ ഉണ്ടായാലും എല്ലാവരും പല ടൈപ്പ് ആൾക്കാരായിരുന്നു. ഇപ്പോൾ അവരെല്ലാം പരിപാടി നിർത്തി, എല്ലാവരും ആർക്കും ഇപ്പോൾ കരിയല്ല. എല്ലാവരും പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് വല്ല രാജ്യത്തൊക്കെ കയറ്റി വിട്ട് ഇച്ചിരി കാശൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പണിയെടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക്. അപ്പോൾ ആ ജോലിയോട് ഇഷ്ടം ഉണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുള്ളൂ. ഇഷ്ടമില്ല നമ്മൾ ചെയ്യല, അവിടെ നിർത്തും. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, അതിൻ്റെ പർസപ്പിൾ എടുത്ത് പുറത്തെടുത്തു. പർസപ്പിൾ സെപ്പറേറ്റ് ആണ്, എന്ത് നല്ലതാണ്. നമ്മളതിൻ്റെ അത്രയും കുറഞ്ഞിരിക്കും. കുത്തി വെച്ചിരിക്കുകയാണോ? ആ അരിയൊക്കെ കിട്ടിട്ടാ, ഒരടി കിട്ടിയൊരു വിഷയമാണ്. എന്താ സാറേ? ആ ആ ആ എത്ര ഇഞ്ചാ വേണ്ടേ? ആ റൗണ്ടിലുള്ള അതിന് 3290 രണ്ടെണ്ണം. ആ കാഞ്ഞിരപ്പള്ളി. ആ വെള്ളം ഇറക്കാനുള്ള താമസമാണ് പറയാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പൊക്കോ. ഞാൻ നോക്കി വെക്കാം. ഞാൻ വിളിച്ചേക്കാം. ഈ കപ്പാസിറ്ററെ 24 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിൽ സാധനങ്ങൾ അയച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു 24 വോൾട്ടോടെ കൊടുത്ത് നോക്കാം കേട്ടോ. മീറ്റർ എടുത്ത് ഈ 2 കപ്പാസിറ്റർ വരും. കൊടുത്താലും മതി. ഇത് കറണ്ട് കൊടുക്കാമല്ലോ അല്ലേ? ഇവനൊക്കെ ഇച്ചിരി നല്ല ബോർഡ് വല്ലതും വെക്കാവോ ഇതിനകത്തൊക്കെ? ആ എനിക്ക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഹലോ, അതേലോ. ആ അത് ശരിയാക്കി തരാം സാർ. ഞാൻ പറയാം.
പാനൽ കിട്ടത്തുള്ളൂ, മാർച്ചിൽ കിട്ടത്തില്ല. കപ്പാസിറ്ററിൽ അവിടെ മെയിൻ ഫിൽറ്റർ ചാർജ് വരുന്നില്ലല്ലോ അവിടെ. 40 ഇഞ്ചിട്ട് പാനൽ വന്നിട്ടില്ല. ഇല്ല. പാനൽ വന്നാലേ ശരിയാക്കാൻ പറ്റും. കിട്ടുകയില്ലാത്ത സാധനം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിക്കുമ്പോൾ ഉണ്ടാക്കിയ TV കമ്പനിയെക്കാളും എല്ലാ ഉത്തരവാദിത്വം ഇനി എൻ്റെ തലയിലാണ്. അപ്പോൾ അവിടെ സപ്ലൈ വരുന്നില്ല മോനെ, അതാ പ്രശ്നം. അല്ല, കോഡ് പോയല്ല, 244 അവിടെ ഓൾറെഡി ഉണ്ട്. ആ വരുന്ന സാധനത്തിന് ഇവിടെ വന്നൊരു ഫ്യൂസ് ഉണ്ട്, ആ ഫ്യൂസ് പോയിട്ടുണ്ട്. ഈ ബസറിലിട്ട് കറണ്ട് ഊരിക്ക് അത് സ്പീക്കറായിരിക്കും. അത് വേണ്ട, ഇത് വേണ്ട, ഇത് മതി. ഇത് മാത്രം കുത്തിയാൽ ലൈറ്റ് തെളിയുമെന്ന് അറിയാം. ഏതാ? ഒന്നുമില്ല, ഞാൻ എപ്പോൾ നിർത്താനും ഞാൻ തയ്യാറാണ്. ഇന്ന് പരിപാടി നിർത്തി വീട്ടിൽ പോകാൻ ഇനി ഒരു പരിപാടി ഇല്ല. ഞാൻ 10 വാട്ട്സ് ഉണ്ട്, 10 വാട്ട്സ് ഉള്ള ട്യൂട്ടറാണ്. 10 കുത്തിയോ? ഓണായോ? ഓണായി. ഇവിടെ കണ്ടോ, ഇവിടെ വരും USB. ഇത് നമ്മുടെ USB എന്ത് ബ്ലൂടൂത്ത് ഇട്ടു. അപ്പോൾ ബ്ലൂടൂത്ത് സാറിൻ്റെ ബ്ലൂടൂത്ത് പെയറിങ് ആയിരിക്കുമല്ലോ, ഓണാക്കിയാൽ മതി. അത് നമ്മളൊരു പാട്ടിട്ടാൽ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വേറൊരാളുടെ അല്ല മോനെ, സ്പീക്കർ കുത്തിയിട്ടില്ല നമ്മൾ. സ്പീക്കർ കുത്തി നീ ഇല്ലെന്നേ, സ്പീക്കർ കുത്തി വന്നു ഒരിക്കൽ എന്നാ ആകുമ്പം പോയതാണോ? ഇത് പെൻഡ്രൈവ് കുത്തും USB. പണ്ടത്തെ പോലെ ഫോട്ടോ കോപ്പിയർ ഒത്തിരി ഉണ്ടോ? ഡിജിറ്റലായ എല്ലാത്തിനും കോപ്പി, കാർഡ് കോപ്പി വേണ്ടത് വേറെ വഴിയുണ്ട്. സുമേഷ് തിരുവനന്തപുരമാണോ? നമ്മുടെ S21 ആകർഷിച്ച് വന്നതാണ്. കണ്ടു വന്നതാണ്. അപ്പൊ സാധനം കേട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? കാരണം ഇത്രയും ചെറിയ സാധനത്തിൽ നിന്ന് ഇത്രയും സൗണ്ട് വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇനി തിരുവനന്തപുരമൊക്കെ വരുമ്പോ കാണാൻ ഇടയ്ക്കൊക്കെ ഇതിനെ പോകുമ്പോ കയറി കേട്ടോ. ഓക്കെ, ശരി. ഹലോ, ഇപ്പം കേൾക്കാം സാറേ, പറഞ്ഞു. വന്നേരാ, ഇങ്ങോട്ട് പോരെ. ഇത് പാലായിലല്ല, കാഞ്ഞിരപ്പള്ളി. പാലായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് വരണം, പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി.
ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അത് ഒരു 3-4 മാസമായപ്പോ തന്നെ അതങ്ങ് അടിച്ചു. അതിന്റെ ഊപ്പർ അതിൻ്റെ സ്പീക്കറും ഊഫറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന അതേ കണക്ട് ചെയ്യാം. നമുക്ക് ആമ്പുണ്ട്. നമ്മുടെ അതിന്റെ 5.1 ചാനൽ സ്പീക്കർ ഇരിപ്പുണ്ട്. സ്പീക്കറും സബ് ഊഫറും ഒക്കെ ആയിട്ട് സാറ് പോരെ. അതെ, കൊള്ളാം. പുതിയതെടുക്കാം. പുതിയതെടുത്തോ. ഞാൻ മറ്റേ കളയണ്ടല്ലോ. നമുക്ക് പുതിയതെടുക്കുന്ന സന്തോഷം. പുതിയത് നമുക്ക് സോണിയുടെ ഉണ്ട്, പൈനിയറിൻ്റെ ഉണ്ട്, JBL ഉണ്ട്, പിന്നെ ബ്ലൂ പന്തുണ്ട്. ഏത് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് എന്ന് സാറ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി. ഓക്കെ. അതെ അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് പാക്ക് ചെയ്തു മോനെ. ജിൻസി അത് എഴുതിക്കേ, പെട്ടെന്ന് വിട്ടു. പെട്ടെന്നാട്ടെ മതി. ബാ. FCRA ബില്ല് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം. അതായത് ഇമ്പോർട്ട് വരുന്ന പൈസയുടെ കണക്ക് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അതെ. അതിനെന്നാ അവർക്ക് പ്രശ്നം? അത് വരുന്ന കണക്ക് ജെന്യൂൻ ആയിട്ടുള്ള കണക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. കണക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് ഇതിനകത്ത് വന്ന് കിടക്കും. ഇവിടുത്തെ ഫണ്ട് ഫോറിനിലേക്ക് വലിച്ചിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അത് NRE മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സോഴ്സ് ഇല്ല. ഇപ്പൊ ഇത് തട്ടിപ്പ് ഒത്തിരി അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഇവിടുന്ന് എന്താ പറയാ, സ്പീക്കറോട് കൊടുത്താൽ മതി. അതൊന്നും പണിയാൻ നടക്കണ്ട. അതേ ബ്ലൂടൂത്തും ഉണ്ട്, പെൻഡ്രൈവും ഉണ്ട്, ഓക്സിനും ഉണ്ട്. അതേ ബ്ലൂടൂത്തും ഇല്ല, പെൻഡ്രൈവും ഇല്ല, ഒരു സാധനം ഇല്ലാത്ത പഴയ മോഡലല്ല. പിന്നെ അതൊരു മണിക്കൂർ വർക്ക് ചെയ്യണേ 1000 വാട്ട്സ് 1 യൂണിറ്റ് കറണ്ട് എടുക്കുമെങ്കിൽ ഇത് 10 മണിക്കൂർ വർക്ക് ചെയ്താൽ പോലും 1 യൂണിറ്റ് കറണ്ട് എടുക്കില്ല. ഈ ടെക്നോളജി വന്നതോടുകൂടി എല്ലാ വലിയ ആംപ്ലിഫയറും ഔട്ടായി. എല്ലാ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു 70 ഇവിടെ വിൽക്കുന്നറിയാം. ഈ വന്ന ആൾക്കാർ ആ വലിയ സോണി ടവറിനെല്ലാം ഇത് വെച്ചോണ്ട് പോയി. ഇത് വെക്കാൻ വന്നാ ഒന്നും ചെയ്യണ്ട. ഈ സാധനം മതി. നേരെ സ്പീക്കറിൽ ഇതാണ്ട് വയറെടുത്ത് ഇങ്ങനെ കൊടുക്കുക. വേണേ ഒരു സബ് ഊഫറും കൂടെ കൊടുക്കാം. ഇതിനൗട്ടുണ്ട്. സബ് ഊഫർ നമുക്കില്ലാത്തതുകൊണ്ട് സബ് ഊഫർ കൊടുത്താൽ ഈ ലെവൽ മാറും. എടാ ഒരു സബ് ഊഫർ കൊടുത്തേടാ. നമുക്കൊരു സബ് ഊഫർ കൂടെ വേണേൽ ആവശ്യമുണ്ട് എടുത്ത് കൊടുക്കാം. ഇത് മതി ഇന്നത്തെ കാലത്ത്. ഈ കുഞ്ഞ സാധനത്തിനകത്താണ് ഈ സൗണ്ട് വന്നത്. കാരണം ഇതിന് ഒട്ടും ചൂടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പുതിയ ടെക്നോളജിയാണ് ക്ലാസ് D എന്ന് പറയുന്നത്. ഈ ടെക്നോളജി വന്നപ്പോൾ ബാക്കിയെല്ലാം നിഷ്പ്രമമായി. 1 ലക്ഷം രൂപയ്ക്ക് ഉള്ള ഒരു സെറ്റേ കിട്ടുന്ന അതേ സൗണ്ട് ക്വാളിറ്റി ഇതേ കിട്ടുന്നത്. പിന്നെ ഇതവിടെ പോയി കാര്യം. ഒരു നല്ല പാട്ടിട്ടാൽ മതി. ഒരു ഭക്തിഗാനോ എന്നെ ഇട്ട നീ. ഇനി വലിയ ആംപ്ലിഫയർ എല്ലാം കഴിഞ്ഞു. For your loved ones.
രണ്ടും ഓരോന്നായതോളൂ ഇനി തീർന്നു. അപ്പൊ നാളത്തെ കഴിഞ്ഞ് നീ വരുമല്ലോ അല്ലേ? 4 സ്റ്റിക്കറോട് കൊടുത്തത് ഞങ്ങളിത് 2 വണ്ടിയിൽ എടുത്തിട്ടായിരുന്നു. അത് 6,900, 6,000-ലും തരാം, 7,500. പക്ഷെ 6,900 കുറച്ചുകൂടെ ആദ്യം ജടയില്ലാത്ത